ജോയിന്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനം എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ കാണാറില്ലേ? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണിത്. സിവിൽ സർവീസ് അല്ലെങ്കിൽ കേരള PSCയിലെ മറ്റ് പരീക്ഷകൾ, UPSCയുടെ മറ്റ് പരീക്ഷകൾ, അവിടെയൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ചെറിയൊരു പോർഷനാണിത്. അത് അരച്ച് കളിക്കി അങ്ങ് പഠിക്കാം. 1-2 മാർക്ക് നമുക്ക് പോക്കറ്റിലാക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയതാണ്. ബിക്കോസ് ലക്ഷ്മികാന്തിന്റെ നോട്ട്സ് ഈ കാര്യത്തിൽ സഫീഷ്യന്റ് അല്ല. അതുകൊണ്ട് തന്നെ പല അഡീഷണൽ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ചാനലിന്റെ അംഗങ്ങളാവുക. ഇത്തരം റാങ്ക് മേക്കിംഗ് നോട്ടുകളും ഫ്രീ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവിടുന്ന് കിട്ടും കേട്ടോ. നിങ്ങളുടെ അഫോർഡബിൾ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ. ജോയിന്റ് സിറ്റിംഗ് എന്നാണ് പറയുന്നത്, സംയുക്ത സമ്മേളനം. ജോയിന്റ് സിറ്റിംഗ് അതിന്റെ ഒരു വെർബൽ മീനിങ് എന്താണ്? ഒരുമിച്ചിരിക്കുന്നു. ആരൊക്കെ ഒരുമിച്ചിരിക്കുന്നു? ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ അണ്ടറിൽ അല്ലെങ്കിൽ പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയെ രാജ്യസഭയെ ഒരുമിച്ചിരുന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരുടെ ഇൻവോൾവ്മെന്റ് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ ചില സമയത്ത് അവർക്കിടയിൽ ഒരു ക്ലാഷ് വരും. ഇപ്പൊ രണ്ടാൾക്കാർക്കിടയിൽ ക്ലാഷ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർ ഒരുമിച്ചിരുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. സിമിലർ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെ സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ടത്. പക്ഷേ ഇവിടെ 2 ടൈപ്പ് ജോയിന്റ് സിറ്റിംഗ് നിങ്ങൾ പഠിക്കണം. ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത് 2ാമത്തെ ടൈപ്പിൽ നിന്നാണ്. പക്ഷെ 1ാമത്തെ ടൈപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ. ടൈപ്പ് 1 ആർട്ടിക്കിൾ 87 പരാമർശിക്കുന്നത്. ടൈപ്പ് 2 ആർട്ടിക്കിൾ 108 പരാമർശിക്കുന്നത്. ഇത് ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 87 പറയുന്നൊരു കാര്യമുണ്ട്. പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, സ്റ്റേറ്റ്സിലാണെങ്കിൽ ഗവർണർ ആയിരിക്കും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമല്ലോ, ആ സമയത്ത് 2 ഹൗസിനെ, ലോക്സഭയെ രാജ്യസഭയെ ഒരുമിച്ചിരുത്തി അദ്ദേഹം പ്രസംഗം നടത്തും. He will address the House of Parliament at the beginning of the first session after each general election. അപ്പൊ അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. കാര്യം പുതിയൊരു മന്ത്രിസഭ വരികയാണ്, പുതിയ ഗവൺമെന്റ് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഹൗസിനെ ഒരുമിച്ച് അദ്ദേഹം പ്രസംഗം നടത്തും. വേറെ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു പ്രസംഗം നടത്തും. അതായത് എല്ലാ വർഷവും പാർലമെന്റ് സമ്മേളനം നടക്കാറുണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ സെഷനിലും പ്രസിഡന്റ് ഇതുപോലെ ചെയ്യും. സോ 5 വർഷത്തെ ഇന്റർവെല്ലിൽ മിക്കവാറും ഇതൊരു 5, 2, 10, 11 ഏകദേശം അത്രയും സമയത്ത് വരുന്നുണ്ട്. അതായത് പുതിയ ഗവൺമെന്റ് വരുന്നു, ജനറൽ ഇലക്ഷൻ കഴിയുന്നു, പുതിയ ഗവൺമെന്റ് വരുന്നു. ആ സാഹചര്യത്തിലും പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ട് പ്രസംഗം നടത്തും. അതുപോലെ തന്നെ എല്ലാ വർഷവുമുള്ള പാർലമെന്റിന്റെ ആദ്യ സെഷനിൽ ഈ രീതിയിൽ പ്രസംഗം നടത്തും. ഇത് എല്ലാവരെയും വിളിച്ചിരുന്ന് ചുമ്മാ കാര്യം പറയുന്നത് പോലെയേ ഉള്ളൂ അല്ലെ. ഇപ്പം നയപ്രഖ്യാപന പ്രമേയം എന്നൊക്കെ പറയുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലെ. അതിനൊക്കെ പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇതാണ് ടൈപ്പ് 1 ഓഫ് ജോയിന്റ് സിറ്റിംഗ്, ആർട്ടിക്കിൾ 87. പക്ഷേ നമുക്ക് പഠിക്കേണ്ട ജോയിന്റ് സിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 108 വരുന്നത്. ഇവിടെയാണ് ഒരു ക്ലാഷ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്, ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ, ഡിഫറൻസ് ഇൻ പെർസ്പെക്റ്റീവ് അതൊക്കെ വരുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അല്ലെ. സി, നമുക്കൊരു ബിൽ അല്ലെ, പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട പണി എന്താ? പാർലമെന്റിന്റെ പണി എന്താ? നിയമനിർമ്മാണമാണ്, ലെജിസ്ലേഷൻ ആണ്. ഇറ്റ്സ് ദ ഹയസ്റ്റ് ലെജിസ്ലേറ്റീവ് ആൻഡ് ഡെലിബറേറ്റീവ് ചേംബർ ഇൻ ദ ഹോൾ കൺട്രി. നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് അവരുടെ പണി. ഒരു നിയമം നിർമ്മിക്കുന്ന എങ്ങനെ? ഒരു ബിൽ അവതരിപ്പിക്കപ്പെടും. ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടും. ആ ഹൗസ് ബില്ല് പാസ്സാക്കും, അടുത്ത ഹൗസിൽ പോകും, ആ ഹൗസ് ആ ബില്ല് പാസ്സാക്കി പ്രസിഡന്റിന് അയക്കും. അങ്ങനെ പ്രസിഡന്റ് ഒപ്പിടണം, അപ്പോഴാണ് ഒരു ബിൽ നിയമമാവുന്നത്. പക്ഷേ വാട്ട് ഇഫ് ദ സെക്കൻഡ് ഹൗസ് ഡിഫേഴ്സ്? ഒരു ഹൗസിൽ ബിൽ ഉണ്ടാവുന്നു, ആ ഹൗസ് ആ ബില്ല് പാസ്സാക്കി അപ്പുറത്തെ ഹൗസിന് അയക്കുന്നു. അപ്പുറത്തെ ഹൗസ് അത് റിജക്ട് ചെയ്യുന്നു. ലോക്സഭയോ രാജ്യസഭയോ ആരും ആവും, അവരത് റിജക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? 2 ഹൗസിന് ഇവിടെ അഭിപ്രായ ഭിന്നത വന്നു. ഈ സമയത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൊണ്ട്, വിച്ച് മീൻസ് 2 ഹൗസിനെ ഒരുമിച്ചിരുത്തി വോട്ടെടുപ്പ് നടത്തും. ആ വോട്ടെടുപ്പിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ബിൽ നിയമമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇതാണ് ആർട്ടിക്കിൾ 108 പറയുന്നത്. ഇത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക? സി, സാധാരണഗതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്താ പറയുക, തമ്മിത്തല്ല് നടക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. തമ്മിത്തല്ല് നടക്കും, അപ്പൊ ആംബുലൻസ് വിളിക്കും. ആംബുലൻസിന്റെ നമ്പറാണ് 108 അല്ലെ.
ജോയിന്റ് സിറ്റിംഗ് രണ്ട് ആൾക്കാരെ ഭയങ്കര ക്ലാഷിലാണ്. അവർ ഒരുമിച്ചിട്ട് സംസാരിച്ചെങ്കിൽ ചിലപ്പോൾ ഒരാൾ മറ്റൊരാളെ അടിച്ചെന്നിരിക്കും, പരസ്പരം ക്ലാഷ് നടന്നിരിക്കും. അപ്പം നമ്മൾ ആംബുലൻസ് വിളിക്കും. 108 ആംബുലൻസിന്റെ നമ്പർ ആണല്ലോ. അപ്പോ അങ്ങനെ ഓർത്തിരിക്കുക. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി മിഷനറി ആണ്. സാധാരണഗതിയിൽ ഇങ്ങനെ നടക്കത്തില്ല. കാര്യം ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് തന്നെ ആയിരിക്കും മിക്കവാറും രാജ്യസഭയിലെ ഭൂരിപക്ഷം വരിക. അതുകൊണ്ട് തന്നെ രണ്ട് ഹൗസ് ഒരു ബില്ല് പാസ്സാകും. പൊതുവേ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാറില്ല. ജോയിന്റ് സിറ്റിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ, അതായത് ആർട്ടിക്കിൾ 108 അണ്ടറിലുള്ള ജോയിന്റ് സിറ്റിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 3 പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളൂ. അപ്പം ഇതൊരു എക്സ്ട്രാ ഓർഡിനറി മിഷനറി ആണ്. ഇത് ബിൽ പാസ്സാക്കുന്ന കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ചില എക്സെപ്ഷൻസ്, ഒഴിവാക്കലുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ചില ബേസിക് ഫാക്ടുകൾ പഠിക്കാം. ആരാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അല്ലെ? അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ ഒന്നാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടും. അങ്ങനെ രണ്ട് ഹൗസിനെ വിളിച്ചിരുത്തി ഇത് ആക്ച്വലി ഒരു എന്താ പറയാ, കണ്ണിപ്പൊടിയിടുന്ന പരിപാടിയാണ്. എന്തുകൊണ്ടാണ് കണ്ണിപ്പൊടിയിടുന്നതെന്ന് പറയുന്നത്? രാജ്യസഭയുടെ ഏകദേശം ഇരട്ടി സ്ട്രെങ്ത് ഉണ്ട് ലോക്സഭയ്ക്ക്. അപ്പം ഇവര് ഒരുമിച്ചിരുത്തിയാലും ലോക്സഭയുടെ തീരുമാനമല്ലേ അവിടെ വർക്കൗട്ട് ആവുള്ളൂ. കാര്യം ലോക്സഭയ്ക്കാണ് ഏറ്റവും അധികം ശക്തി, ഏറ്റവും അധികം മാൻ പവർ, മസിൽ പവർ ലോക്സഭയ്ക്കാണ്. അപ്പൊ ലോക്സഭയുടെ ആൾക്കാർ കൂടുതൽ വോട്ട് ഇടുന്നു, രാജ്യസഭയിൽ നിന്ന് കുറച്ച് വോട്ട് ഇടുന്നു. അപ്പൊ ലോക്സഭ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അത് മാത്രമേ ഇൻ എഫക്ട് ഇവിടെ വർക്കൗട്ട് ആവുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു കോമഡി മനസ്സിലായോ? ഇതിന്റെ കണ്ണിപ്പൊടിയിടുന്ന പരിപാടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്റ്റിൽ ദ പ്രൊവിഷൻ ഈസ് ദെയർ. ഇത് സാധാരണഗതിയിൽ ജോയിന്റ് സിറ്റിംഗ് നമുക്ക് സാധാരണ ഓർഡിനറി ബിൽസ് ഉണ്ടല്ലോ. ഇപ്പൊ ആധാർ ബില്ല് പറയാൻ പറ്റുന്നത് മണി ബില്ലാണ്. സാധാരണ ഒരു ബില്ലിന്റെ കേസിലാണ് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഫിനാൻഷ്യൽ ബിൽസിന്റെ കേസിൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാറുണ്ട്. പക്ഷേ മണി ബിൽ ഉണ്ടല്ലോ, മണി ബില്ലിന്റെ കാര്യത്തിൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ ഒക്കത്തില്ല. എന്താണ് മണി ബിൽ, ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ എന്താണെന്നൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. റാങ്ക് മേക്കിംഗ് വീഡിയോ ആണത്. നിങ്ങൾക്ക് പുറത്ത് എവിടെ ആ കണ്ടന്റ് കിട്ടത്തില്ല. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യത്തിലും നമുക്ക് എന്താണ് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടല്ല? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ തിങ്കിങ് ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കണം. തത്തമേ പൂച്ച പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യത്തിൽ ജോയിന്റ് സിറ്റിംഗ് അനുവദിക്കാത്തത്? ഭരണഘടനയാണ് ഇന്ത്യയുടെ അടിത്തറയെന്നോ നട്ടലെന്നോ തലച്ചോറെന്നോ എന്തുകൊണ്ടെന്ന് വിളിച്ചോ. അപ്പൊ ഭരണഘടനയെ അമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി വേണം. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ബിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽസ് ലോക്സഭയും രാജ്യസഭയും സെപ്പറേറ്റ് ആയി പാസ്സാക്കണം. ലോക്സഭ കണ്ട് ഓക്കെ പറയണം, അതുപോലെ രാജ്യസഭയും അത് കണ്ട് ഓക്കെ പറയണം. എന്നിട്ട് വേണം പ്രസിഡന്റ് അയക്കുക. കാര്യം പ്രസിഡന്റ് അത് റിജക്ട് ചെയ്യാൻ, പ്രസിഡന്റ് ഒപ്പിട്ട് അത് നിയമമാക്കി വരത്തുള്ളൂ. അപ്പൊ അവിടെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചാൽ എന്ത് പറ്റും? ലോക്സഭയുടെ മസിൽ പവർ ഉപയോഗിച്ച് ലോക്സഭയ്ക്ക് രാജ്യസഭയെ ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യത്തിൽ ജോയിന്റ് സിറ്റിംഗ് നമ്മൾ നടത്താത്തത്. കാര്യം അവിടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെഷീനറിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റ് കേസസിൽ എന്താ, ജോയിന്റ് സിറ്റിംഗ് വിളിച്ചാലും ഇറ്റ്സ് ജസ്റ്റ് എ ഹോക്സ്. ബിക്കോസ് ലോക്സഭയുടെ വിഷൻ എന്താണോ അതായിരിക്കും അവിടെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു എന്താ പറയാ, ഒരു മുൻകരുതൽ എടുത്തിട്ടുള്ളത്, അല്ലെ? യെസ്. ബഡ്ജറ്റിന്റെ കാര്യത്തിലും ഇതൊന്നുമില്ല കേട്ടോ. ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ ഒക്കത്തില്ല. ലോക്സഭയ്ക്ക് മാത്രമാണ് അവിടെ പവർ. രാജ്യസഭയ്ക്ക് വോട്ട് ചെയ്യാൻ പോലും ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഒക്കത്തില്ല. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അല്ലെ? ലോക്സഭയിൽ ഒരു കാര്യം നടക്കുമ്പോൾ സ്പീക്കറാണ് അതിന്റെ ചെയർമാൻ, ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ്, ചെയർമാൻ ഓഫ് ദ ഹൗസ് എന്ന് പറയും, അല്ലെ? പക്ഷെ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുമ്പോൾ ഇവിടുത്തെ രണ്ട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ജോയിന്റ് സിറ്റിംഗിൽ ആരാ പ്രിസൈഡ് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആണോ? പിന്നെ പ്രസിഡന്റ് വേറെ പണിയുണ്ട്. ഇതാണോ പ്രസിഡന്റിന്റെ പണി? പ്രസിഡന്റ് അല്ല. ഇവിടെ ജോയിന്റ് സിറ്റിംഗില് ആ ജോയിന്റ് സിറ്റിംഗിനെ പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കർ ഓഫ് ലോക്സഭയായിരിക്കും. അതാണ് ലോക്സഭയുടെ പവർ. എപ്പോഴും രാജ്യസഭയേക്കാൾ ഒരു പടി മുകളിലാണ് ലോക്സഭയുടെ പവറും പ്രിവിലേജസും. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഓഫ് ലോക്സഭയാണ് ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. പക്ഷേ സ്പീക്കർ ആബ്സെന്റ് ആണെന്നിരിക്കട്ടെ, സ്പീക്കർ പനി പിടിച്ച് കിടപ്പായി, അല്ലെങ്കിൽ സ്പീക്കറിന്റെ കാലൊന്ന് ഉളുക്കി, സ്പീക്കറിന് വരാൻ പറ്റിയില്ല. സ്പീക്കറിന്റെ ആബ്സെൻസിൽ ആരായിരിക്കും ജോയിന്റ് സിറ്റിംഗിന്റെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വരിക? അത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ലോക്സഭയിലും അങ്ങനല്ലേ? ലോക്സഭയിൽ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ വരും. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ പാനൽ ഓഫ് ചെയർപേഴ്സൺസ് ഉണ്ട്, അതിൽ നിന്ന് ഒരാൾ ചൂസ് ചെയ്യും. പക്ഷെ ജോയിന്റ് സിറ്റിംഗിന്റെ സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കും. ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ അതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും. ഇത് ലക്ഷ്മികാന്തിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്.
ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോഴും വൈസ് പ്രസിഡന്റ്, ചെയർമാൻ ഓഫ് രാജ്യസഭയ്ക്ക്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ രാജ്യസഭ ചെയർമാൻ, അദ്ദേഹത്തിന് ഇതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആവാൻ ഒക്കത്തില്ല. സോ സ്പീക്കർ ഇല്ലെങ്കിൽ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ വരും. ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ മാത്രമാണ് രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാന് ഇതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആവാൻ അവസരം കിട്ടാം. ഇവിടെ ഞാനൊരു തിരുവനന്തപുരത്ത് വളരെ ഫേമസ് ആയ ഒരു സിവിൽ സർവീസ് അക്കാദമി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാർ അപ്പം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയും പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, കൊള്ളാം, ആ ഒരു ഡേറ്റ് ലക്ഷ്മികാന്തിൽ അന്ന് ഇല്ല. ഞാൻ പറഞ്ഞു വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വളരെ നല്ല ചോദ്യമാണ്, എനിക്ക് ഉത്തരം അറിയില്ല, പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ റെഫർ ചെയ്തു. അതാണ് സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ക്ലോസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു മാജിക് അതാണ്, നമുക്ക് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. നമ്മളെ അവർ ചലഞ്ച് ചെയ്യുമ്പോൾ ഞാനും ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എന്ത് ഡൗട്ട്സും ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അറിയത്തില്ല ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. അതാണ് ലൈവ്. കാര്യം ഞാൻ പല പരീക്ഷകൾ എഴുതാൻ പോകുമ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങളിൽ നിന്നും എനിക്ക് ചോദ്യങ്ങൾ പല പരീക്ഷയ്ക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് കിട്ടാറുണ്ടായിരുന്നു. അത് എന്റെ വിജയത്തിന്റെ ഒരു രഹസ്യം അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചസിനാണെങ്കിലും ഫ്രീ ആയിട്ട് എന്ത് ഡൗട്ടും ചോദിക്കാം. എല്ലാം അറിയാവുന്നത് കൊണ്ടല്ല എന്ത് ഡൗട്ടും ചോദിച്ചോളൂ എന്ന് പറയുന്നത്. പക്ഷേ എനിക്കും പഠിക്കാൻ പറ്റും. എനിക്ക് അറിയാത്തൊരു കാര്യം പോയി റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ റെഫർ ചെയ്ത് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയും ആബ്സെന്റ് ആണെങ്കിൽ രണ്ട് ഹൗസിന്റെയും അനുവാദത്തോടു കൂടി ഏതെങ്കിലും ഒരു എം പിക്ക് എന്താവാം, അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആവാൻ. ദ കൺസെൻസസ് ഓഫ് ബോത്ത് ഹൗസ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പം എം പിമാർ ഇഷ്ടം പോലെ ഉണ്ട്, 750-800 എം പിമാരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്യൂ വരത്തില്ല, ഏതെങ്കിലും ഒരു എം പി എങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ സ്റ്റുഡന്റ് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു പോർഷൻ പഠിപ്പിക്കും. അതൊരു മാജിക് അതാണ്, അത്രയും ബ്രില്യന്റ് ആയിട്ട് ഡൗട്ട് ചോദിച്ചെന്നുള്ളത്. യെസ്, സോ നിങ്ങളും അതുപോലെ ചിന്തിച്ച് പഠിക്കുക, ചുമ്മാ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ക്വസ്റ്റ്യൻ ചെയ്യുക, എല്ലാത്തിനെയും ചലഞ്ച് ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് അല്ലെ. യെസ്, സോ അങ്ങനെയാണ് അതിന്റെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ് ചെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈസ് ആണ്. ഇവിടെ ഇന്ത്യൻ ചരിത്രത്തിൽ 3 പ്രാവശ്യം മാത്രമാണ് ആർട്ടിക്കിൾ 108 ഉപയോഗിച്ചിട്ടുള്ളത്. ഡൗറി പ്രൊഹിബിഷൻ ബിൽ 1960, ബാങ്കിങ് സർവീസസ് കമ്മീഷൻ ബിൽ 1977, പ്രിവെൻഷൻ ഓഫ് ടെററിസം ബിൽ 2002. ഇത്രയും ബില്ലുകളുടെ കേസിൽ മാത്രമേ ജോയിന്റ് സിറ്റിംഗ് റെഫർ ചെയ്യപ്പെട്ടു. പക്ഷെ എല്ലാ വർഷവും ഈ പറയുന്ന ആർട്ടിക്കിൾ 87 പെർസ്പെക്ടീവിലുള്ള ജോയിന്റ് സിറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ അത് ഇതല്ല. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ജോയിന്റ് സിറ്റിംഗിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആർട്ടിക്കിൾ ചൂസ് ചെയ്യും? ആർട്ടിക്കിൾ 87 കൊണ്ട് 108 കൊണ്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? രണ്ട് ഒരുമിച്ചുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതില്ലെങ്കിൽ ആർട്ടിക്കിൾ 108 തന്നെ ചൂസ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ ചിലപ്പോൾ ഓപ്ഷൻസിൽ കാണും. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഉത്തരമായിരിക്കണം. കാര്യം ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളും ഒന്നിൽ കൂടുതൽ കണ്ടെന്നിരിക്കും. ഓക്കെ, ഇവിടെ സിവിൽ സർവീസസ് പ്രിലിംസിൽ വന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ജോയിന്റ് സിറ്റിംഗിൽ നമ്മൾ എന്ത് തരം ഭൂരിപക്ഷം, മെജോറിറ്റി ആണ് ഉപയോഗിക്കുന്നത്? കാര്യം മെജോറിറ്റീസ് ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. സ്പെഷ്യൽ മെജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷം ഉണ്ട്, എഫക്റ്റീവ് മെജോറിറ്റി ഉണ്ട്, സിമ്പിൾ മെജോറിറ്റി ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് റാറ്റിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ മെജോറിറ്റി. ഓക്കെ, പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, സഭയിലുള്ള മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗിൽ സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് യൂസ് ചെയ്യുക. റൈറ്റ്, ഇവിടെ കുറച്ച് അഡീഷണൽ പോയിന്റുകൾ നമ്മളൊന്ന് പഠിക്കണം. ഇവിടെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട് കേട്ടോ. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ ആർട്ടിക്കിൾസ് മാറും. സെൻട്രൽ പാർലമെന്റിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾസ് ആയത്. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ ആർട്ടിക്കിൾസ് എന്താണെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ജോയിന്റ് സിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ പോലും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഞാൻ ലാസ്റ്റ് അതിനെ പറ്റി പറഞ്ഞുതരാം. അപ്പൊ ആർട്ടിക്കിൾ 108 ഉപയോഗിക്കുന്ന മറ്റ് ചില സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം കുറച്ച് രണ്ട് എക്സ്ട്രാ പോയിന്റുകളും കൂടെ പറഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതർ സിനാരിയോസ് വേർ വി യൂസ് ആർട്ടിക്കിൾ 108 അല്ലെ. അതായത് പ്രസിഡന്റ് ഒരു ബില്ല് തിരിച്ചയക്കുമല്ലോ പാർലമെന്റിന്റെ കൺസിഡറേഷൻ. ആ സമയത്ത് നമ്മൾ ആർട്ടിക്കിൾ 108 ഉപയോഗിക്കും. പ്രസിഡന്റ് ഈ വീറ്റോയുടെ പേരെന്താ? സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഈ സസ്പെൻസീവ് വീറ്റോ ആണ്. സസ്പെൻസീവ് വീറ്റോ തിരിച്ചയക്കുമ്പോൾ പ്രസിഡന്റ് ഈ ഒരു വീറ്റോയെ പറ്റിയൊക്കെ നമ്മൾ കണ്ടമാനം വീഡിയോ ചെയ്തിരുന്നത് കണ്ടു നോക്കാം. പിന്നെ മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൗസ് ഒരു ബില്ല് മറ്റൊരു ഹൗസിന് കൊടുത്തു. 6 മാസമായിട്ട് ആ ഹൗസ് അതിന് തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴും ജോയിന്റ് സിറ്റിംഗ് വിളിക്കും. ആ ഹൗസ് ആ ബില്ല് റിജക്ട് ചെയ്തതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ജോയിന്റ് സിറ്റിംഗ് വിളിക്കും. ഇവിടെ 2 എക്സ്ട്രാ പോയിന്റുകൾ കൂടി നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അതായത് 2 ഹൗസ് ഒരുമിച്ചിരിക്കുകയാണ്. ലോക്സഭയ്ക്കാണെങ്കിൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ ലോക്സഭയുണ്ട്, രാജ്യസഭയ്ക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്, കണ്ടക്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ ഏത് ഹൗസിന്റെ റൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
സ്വാഭാവികമായും ലോക്സഭയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ലോക്സഭയല്ല എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. സോ ദേ ഫോളോസ് ലോക്സഭ റൂൾസ് ഓഫ് പ്രൊസീജിയർ വെൻ ഇറ്റ് കംസ് ടു സംയുക്ത സമ്മേളനം. ഇതിന്റെ ക്വാറം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/10 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ഫ്രം ബോത്ത് ഹൗസ്, അല്ലെ, രണ്ട് ഹൗസിലെ 1/10 മെമ്പേഴ്സ് വേണം. പൊതുവെ കോറം എന്ന് വെച്ചാൽ എന്താ, പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ മിനിമം ഇത്ര ആൾക്കാരെങ്കിലും പാർലമെന്റിൽ പ്രസന്റ് ആയിരിക്കണം എന്നുണ്ടല്ലോ, അതാണ് ക്വാറം. അത് പൊതുവെ 1/10 തന്നെയാണ് എല്ലായിടത്തും, അല്ലെ. അപ്പൊ ഇതാണ് ജോയിന്റ് സിറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ചോദ്യം. ഇനി നമുക്ക് സ്റ്റേറ്റ്സിലേക്ക് വരാം. സ്റ്റേറ്റിൽ ആർട്ടിക്കിൾ 87 പകരം ഏത് ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഇത്തരത്തിൽ ഒരു ഡെഡ് ലോക്ക് വരികയാണെങ്കിൽ, രണ്ട് ഹൗസിലേക്ക് ഒരു ഡെഡ് ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? ഒന്ന് റിസർച്ച് ചെയ്തേ, കമന്റ് സെക്ഷനിൽ പറയൂട്ടെ. എത്ര മിടുക്കന്മാരും മിടുക്കികളുമാണ് അതിന് ഉത്തരം കറക്റ്റ് പറയാൻ നമുക്ക് നോക്കാം. എഗെയിൻ ഞങ്ങളുടെ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അഫോർഡബിൾ ഫീസിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെയുള്ള ഡിഗ്രി ലെവൽ ബാച്ചസ് ഉണ്ട്. 10th +2 ബാച്ചസ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകൾ റിസർച്ച് ബേസ്ഡ് ആയിട്ട് PSCയുടെ പൾസ് അറിഞ്ഞ് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.